നമ്മുടെ വയനാട് ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ദുരന്തത്തിലാണെങ്കിലും ഒരുപാട് പേരുടെ എന്താ പറയാ ജീവിതം വഴിമുട്ടിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അതിനകത്താണെങ്കിലും നമ്മൾ ഒരുപാട് സംഭാവനകളാണെങ്കിലും ഇപ്പൊ കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും തക്കതായ ഒരു സംഭാവന നൽകിയില്ല എന്നുള്ള പരാമർശങ്ങളെല്ലാം തന്നെ നിലനിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേന്ദ്രം നൽകിയില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സെലിബ്രിറ്റീസ് ആണെങ്കിലും അങ്ങനെ എല്ലാവരും എനിക്ക് തോന്നുന്നു സാധാരണക്കാർ വരെ ഈ ഒരു ദുരന്തത്തിൽ കൂടെ നിന്നു അല്ലെ. കേരളം ഒന്നാകെ ഒരുമിച്ച് നിന്ന ഒരു സാഹചര്യമാണ് എനിക്ക് തോന്നുന്നു നമ്മളൊരു പ്രളയത്തിന് ശേഷം കേരളം ഒന്നാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയത് ആ ഒരു വയനാട് ഇഷ്യൂ വന്നപ്പോഴായിരുന്നു. ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിലായിരുന്നു. അത് ഒരു ദിവസം രാവിലെ നമ്മൾ ഉറക്കം ഉണരുന്നത് തന്നെ ഇത്തരത്തിലൊരു ന്യൂസ്, വളരെ ഹൃദയഭേദകമായിട്ടുള്ള ആ ഒരു ന്യൂസ് കേട്ടിട്ടായിരുന്നു എഴുന്നേറ്റത്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ആയാലും എല്ലാവരെയും കരയിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളുമായിരുന്നു. ആ ഒരു പ്രദേശം മുഴുവനായിട്ട് മണ്ണ് ഒലിച്ച് വന്ന് വീഴുകയും അതിന്റെ അടിയിൽ പെട്ടുപോയ ആൾക്കാരായാലും ആ ഒരു രക്ഷാപ്രവർത്തനമായാലും എല്ലാം തന്നെ നമ്മൾ ടിവിയിലും മറ്റു പത്രങ്ങളിലൂടെ ആയാലും കണ്ടപ്പോൾ നമുക്ക് വളരെ ഹൃദയഭേദകമായിരുന്നു. പിന്നെ അതുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കാര്യങ്ങളായിരുന്നു രക്ഷാപ്രവർത്തനത്തിനായിട്ടും മറ്റും വരുന്ന അവർക്ക് കൊടുക്കേണ്ട പുനരധിവാസത്തിനും മറ്റും കൊടുക്കേണ്ടി വന്ന ഫണ്ടിനെ കുറിച്ചുള്ള ഇഷ്യൂ. ഒരു ടൗൺഷിപ്പ് എന്നൊരു പദ്ധതിയിലേക്ക് നമ്മുടെ സർക്കാർ മാറുന്നുണ്ടെങ്കിലും അതിനൊരു അത്യാവശ്യമായിട്ടുള്ള ഫണ്ട് വേണം. ആ ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരുപോലെ പുറത്ത് നിന്നിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കുകയുണ്ടായി. ഫണ്ട് എന്ന രൂപത്തിലല്ലാതെയും ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും നിത്യോപയോഗ സാധനങ്ങളാണെങ്കിലും എല്ലാം തന്നെ എല്ലാം തന്നെ നമ്മൾ സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചായിരുന്നു വന്നിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ വരുന്നൊരു എന്താ പറയാ വാർത്ത, അതിനെ സംബന്ധിച്ചൊരു വാർത്ത എന്ന് പറയുന്നത് സംസ്ഥാനത്ത് 10 എം പിമാർ മാത്രമാണ് സംഭാവന നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പൊ വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണക്കാര് വരെ നമ്മളെ കൊണ്ട് പറ്റാവുന്നതിൽ അപ്പുറത്തേക്ക് നമ്മൾ അവിടെ വയനാടിനെ ഒരുമിച്ച് കൈകോർത്ത് നിന്ന ഒരു സാഹചര്യത്തിൽ 10 എം പിമാർ മാത്രമാണ് ഇതിനകത്ത് സംഭാവന നൽകിയത് എന്നാണ്. കാരണം മറ്റ് സാഹചര്യങ്ങളാണെങ്കിൽ മുഖ്യമന്ത്രി ആണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം മാക്സിമം നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വേണ്ടപ്പെട്ട അധികൃതരാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിലെ എം പിമാരാണ് ഇത്തരത്തിലൊരു കാര്യം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവര് പറയുന്നത് വെറും ഒരു വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രമായി ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യത്തിന് ഏറ്റവും തക്കതായ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോ കാണാൻ പറ്റിയത്. എന്നൊക്കെ പറയുമ്പോൾ നമ്മളായിട്ട് തിരഞ്ഞെടുത്ത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് കരുതിയിട്ട് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നവരാണ് എം പിമാര്. അപ്പൊ അവര് കേന്ദ്രത്തിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാതെ അവരിങ്ങനെ പോകുന്നു എന്ന് പറയുന്നത് ഭയങ്കര അധികം നമ്മളെ സങ്കടത്തിലാക്കുന്ന ഒരു കാര്യമാണ്. അത് ഇത്രയും വലിയൊരു കേസില് വയനാടിന് വേണ്ടിയിട്ട് ഓൾറെഡി നമുക്ക് കേന്ദ്രത്തിൽ നിന്നും ഒരു തരത്തിലുള്ള പരിഗണനയും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു കേസും കൂടി അറിയുമ്പോൾ എം പിമാർ ആരും തന്നെ, അതായത് 10 പേരെ നൽകിയിട്ടുള്ളൂ എന്ന് പറയുന്നത് ശരിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരൊക്കെ കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അവരൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും ബാക്കിയുള്ളവർക്ക് ഒരു മാതൃകയാവുന്നത്. ബാക്കിയുള്ള ജനങ്ങളാണെങ്കിൽ, അതായത് ബാക്കിയുള്ള എല്ലാവരും ഈ ഒരു വയനാടിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൈകോർത്ത് നിന്ന സമയത്ത് ഇതുപോലെ അവഗണിക്കുന്ന ഒരു കാര്യം ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ജനപ്രതിനിധികളാണ്, അവരാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിയമസഭയിൽ ഈ ഒരു കാര്യം ഉന്നയിച്ചപ്പോൾ അതിന് മുഖ്യമന്ത്രി അതിനൊരു വ്യക്തമായ ഒരു മറുപടി എന്നുള്ള രീതിയിൽ പറഞ്ഞത് വയനാട്ടില് എം പി ആയ പ്രിയങ്ക ഗാന്ധി പോലും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു സംഭാവന നൽകിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അവിടുത്തെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഒരു പ്രവർത്തക അല്ലെങ്കിൽ അവിടെ സജ്ജമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആ ഒരു കാര്യം മാത്രമാണ് വ്യക്തമായി, കാരണം എതിർ പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിലും എന്തെങ്കിലും ഒരു എതിർ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ തുറന്നു കാണിക്കേണ്ടത് എന്നുള്ള രീതിക്കാണ് മുഖ്യമന്ത്രി അത് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ അതെന്തായാലും വളരെയധികം സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്. പക്ഷെ നമ്മൾ വേറെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വയനാട് പോയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വീടെല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുസ്ലിം ലീഗ് വീട് വെച്ച് നൽകുമെന്നൊരു വാർത്തയുണ്ടായിരുന്നു. അവരുടേതായിട്ടുള്ള ഫണ്ടിൽ നിന്നും അവർ മാത്രമായിട്ട് സംഘടന വീട് വെച്ച് നൽകുമെന്ന്. അങ്ങനെ പലരും പലതായിട്ടുള്ള രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ നമ്മുടെ എന്ത് കാര്യം എടുത്താലും ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് സാലറി കൊടുക്കുന്നില്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് സാലറി കൊടുക്കുന്നില്ല എന്നൊക്കെ, ആശാ വർക്കേഴ്സിന്റെ കാര്യം വന്നപ്പോഴല്ലേ എന്തുകൊണ്ട് സാലറി കൊടുക്കുന്നില്ല എന്ന കാര്യം ചോദിച്ചപ്പോൾ നമുക്ക് വന്ന ഒരു മറുപടി ഫണ്ട് ഇല്ല എന്നതായിരുന്നു. അതായത് നമ്മുടെ ദുരിതാശ്വാസ നിധിയിലോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കേരളത്തിന്റെ ഫണ്ടില് ആ ഒരു പൈസ ഇല്ല എന്നായിരുന്നു പറഞ്ഞത്.
അപ്പൊ അത് അങ്ങനെ പൈസ കിട്ടാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കൊടുത്തിട്ടും അതിന്റെ അകത്ത് നിറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊടുക്കാനുള്ളവർ കൊടുക്കാതിരിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലെ. പിന്നെ ഇതേപോലെ തന്നെയാണ് അതേസമയം നമ്മൾ മുഖ്യമന്ത്രി ആണെങ്കിലും ഒരു സാലറി ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാലറി ചലഞ്ച് ഇനത്തില് 231 കോടി രൂപയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചത്. ഇത്ര രൂപ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോ അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയാ നടപടികളും ഈ ഒരു കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അധികാരികൾ തന്നെ ഇത്തരത്തിലൊരു പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യം, അതും ഇത്രയും വലിയൊരു ദുരന്തം എന്നുള്ള രീതിക്ക് നമ്മളാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിലൊക്കെ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും വലിയൊരു ദുരന്തമായിട്ടാണ് നമ്മൾ അതിനെ കണ്ടതും. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പല രീതിയിലും ഈ ഒരു ബജറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്ഥാനം ഈ ഒരു ദുരന്തത്തിന് നൽകണം എന്നുള്ള കാര്യത്തിലും പല തരത്തിലുള്ള എന്താ പറയാ അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കേരളം ഒന്നാകെ നമ്മൾ വിചാരിച്ചത് ബാക്കി എന്തിനൊക്കെ കിട്ടിയില്ലെങ്കിൽ കേരളത്തിന് വയനാടിന്റെ കാര്യത്തിൽ പരിഗണിക്കുമെന്നായിരുന്നു. പക്ഷെ ആ ഒരു കാര്യം പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കേരളത്തെ അവഗണിക്കുന്ന ഒരു സമീപനമായിരുന്നു ആ സമയത്ത് BJP സർക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം BJP സർക്കാർ അത്തരത്തിലൊരു നിലപാട് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം MP-മാര് പോലും ഈ ഒരു ഇത്രയും വലിയൊരു ദുരന്തത്തിന് സംഭാവന നൽകിയില്ല എന്നുണ്ടെങ്കിൽ, കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിൽ അതിശയിക്കേണ്ട കാര്യം എന്താണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമ്മളാണല്ലോ ഇതിനൊക്കെ ഒരു മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടത്. ഇതിനകത്ത് ഒരു കാര്യം പറയുന്നത്, കോൺഗ്രസിൽ നിന്നും വടകര MP ആയിട്ടുള്ള നമ്മുടെ ഷാഫി പറമ്പിൽ മാത്രമാണ് ഇതിനകത്ത് സംഭാവന നൽകിയിരിക്കുന്നത്. അദ്ദേഹം 25 ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഇതിലോട്ട്, ദുരിതാശ്വാസ നിധിയിലേക്ക്. 10 ലക്ഷം രൂപയുടെ സംഭാവനയും NK പ്രേമചന്ദ്രൻ നൽകിയിട്ടുണ്ട്. UDF-ന്റെ MP കൂടി ആയിട്ടുള്ള അദ്ദേഹമാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരാണ് കോൺഗ്രസിൽ നിന്നും നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് 1 കോടി രൂപ നൽകിയിട്ടുണ്ട്. അങ്ങനെ പല നേതാക്കളും നൽകിയിട്ടുണ്ട്. കുറച്ച് പേരുടെ പേരുകൾ മാത്രമുള്ള 10 പേര് നൽകിയതിൽ കുറച്ച് പേരുടെ പേരുകളാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ബാക്കിയുള്ള MP-മാര് എവിടെ എന്ന് പറയുന്നത്, നമ്മൾ തന്നെ ജയിപ്പിച്ചു വിട്ടിട്ടുള്ള MP-മാര് എവിടെ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് 25 ലക്ഷം രൂപ വീതമാണ് അവരൊക്കെ നൽകിയിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ളവർ ആരും തന്നെ എന്താ പറയാ നൽകിയില്ല എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ. അത് നമ്മളെ കേരളത്തിനെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളത് അവര് അത്രയും കണ്ടറിഞ്ഞൊരു കാര്യമാണ്. കാരണം നേരിട്ട് കണ്ടറിഞ്ഞൊരു ദുരന്തം കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അത് നിസ്സഹായമായ ഒരു അവസ്ഥ കൂടിയാണ്. പക്ഷെ നമ്മൾ പോലും അതിനെ ഒരു കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അല്ലെ. കേരളത്തിലുള്ള MP-മാര് തന്നെ അവഗണിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കേന്ദ്രത്തിന്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാം. എന്നിട്ട് കേന്ദ്രത്തിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആദ്യം നമ്മൾ മുന്നിട്ട് നിന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നാൽ മാത്രമേ പിന്നീട് നമുക്ക് കേന്ദ്രത്തോട് ചോദിക്കാനുള്ള ഒരു വോയിസ് ഉണ്ടാവുകയുള്ളൂ. ഇത് അവിടെയും ഇല്ല ഇവിടെ ഇല്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഈ ഒരു അവഗണന ശരിക്കും എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ജയിപ്പിച്ചു വിട്ട പ്രതിനിധികളാണ് അവര്. നമ്മളുടെ ആവശ്യങ്ങൾ വേണം മുന്നിട്ട് നിന്ന് കാണേണ്ടത്, സംസാരിക്കേണ്ടത്, അവർക്ക് വേണ്ടിയിട്ട് വേണം നിലകൊള്ളേണ്ടത്. പക്ഷെ ഇങ്ങനത്തെ അവഗണനകളൊക്കെ നമ്മൾ അടുത്ത തിരഞ്ഞെടുപ്പിലൂടെ ചോദിക്കണം. ശരിക്കും അതിന്റെ ഒരു മറുപടി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നൽകേണ്ടത്. കാരണം നമ്മളെ എന്താ പറയാ നമുക്കൊരു ആശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടവർ തന്നെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് വളരെ ദയനീയമായ ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിൽ ഓർമ്മിച്ച് വെക്കണം എന്നുള്ള കാര്യം കൂടി അല്ലെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു.